ഇനി വരാൻ പോകുന്ന ആളെ ആ മധുവങ്കൾ ഇതുവരെ കണ്ടിട്ടില്ല. ആണല്ലേ? ഇപ്പൊ വന്നാ തന്നെ സൂക്ഷിച്ചു നോക്കിയാലേ കാണാൻ പറ്റൂ. ആരൊക്കെ ആയാലും ശരി, സെലക്ഷന്റെ ദിവസം ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ മാത്രം. എന്നാലും പാട്ട് പാട്ട് ഞാൻ കേട്ടിട്ടില്ല. സാധ്യതയില്ല. അതെ 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 അതെ. അങ്ങനെയുള്ള ഒരു കുട്ടിപ്പട്ടാളമാണ് എത്താൻ പോകുന്നത്. ലിറ്റിൽ ഏഞ്ചൽ ആണ് യാമി കുട്ടി. ലെറ്റ്സ് വെൽക്കം യാമി ഓൺ സ്റ്റേജ്. ഒരു ബൊമ്മ നടന്നു കീ കൊടുത്തോലെ. ഹായ് ഹായ്. സ്പീഡ് കൂടി വരുന്നുണ്ട്. അതെ അതെ അതെ. ഓടി വന്നു ഓടി വന്നു. അത് പേടി, അതാണ്. പൊറോട്ടി കഴിച്ചോ കുഞ്ഞ്? ഹായ് ഹായ്. ആ പൊറോട്ടയുടെ കൂടെ എന്ത് കഴിച്ചു? പൊറോട്ടിന് മുന്നേ കറി കഴിച്ചു. എന്ത് കറിയാ? എന്ത് കറിയാ? എന്ത് കറിയാ? ചിക്കൻ കറി. ചിക്കൻ കറി. എനിക്കിഷ്ടം. പൊറോട്ട. അറിയോ ഇപ്പോ? പഠിച്ചു പൊറോട്ട. പക്ഷെ പൊറോട്ടീന്ന് പറഞ്ഞാ മതി അല്ലേ? അതാണ് ക്യൂട്ട്. അത് കേൾക്കുമ്പോ ഒരു ടേസ്റ്റ് ഉള്ള സാധനം പോലെ. പൊറോട്ടി. കഴിഞ്ഞ ദിവസം അച്ഛൻ ദോശ എടുത്തിട്ട് കറി മാത്രം തന്നില്ലേ? ദോശയും പൊറോട്ടയും കൂടിയാ കഴിച്ചത്. പക്ഷെ ദോട്ടന്റെ കൂടി അപ്പൊ ന്യൂട്ടല്ല ഉണ്ടായിരുന്നു. ന്യൂട്ടല്ല അത് കൂട്ടിയാണ് കഴിച്ചല്ലേ? ദോശ ന്യൂട്ടല്ലേ? ദോട്ടന്റെ കൂടെ ന്യൂട്ടല്ലേ ഉണ്ടായിരുന്നു. അപ്പൊ ദോട്ടയും ന്യൂട്ടല്ലയും നല്ലതാണ്. എനിക്ക് ഇഷ്ടമാണ്. ന്യൂട്ടല്ല ഒക്കെ ഞാൻ ഇവിടെയൊക്കെ തേക്കും. മധുരമാണല്ലോ. അല്ല, മധുവങ്കൾ ഇത്രയും വേഷം ഞാൻ കണ്ടിട്ടില്ലല്ലോ. മധുവങ്കൾ എവിടെയാ പോയത്? മധുവങ്കൾ ഒരു യാത്രയിലായിരുന്നു. യാത്രയല്ല, പിന്നെ ഞാൻ കണ്ടില്ലല്ലോ. അതെ, യാമിക്കുട്ടി വന്ന ദിവസം മാത്രമേ മധുവങ്കളെ കണ്ടുള്ളൂ. യാമിക്കുട്ടി ഇവിടെ പാടാൻ വന്നപ്പോഴും മധുവങ്കളെ കണ്ടില്ല. ഇന്നാണ് കാണുന്നത്. ഇന്ന് കാണുന്ന ഒന്ന് ഉണ്ണിയാങ്കളായിരുന്നു. അതെ അതെ. മധുവങ്കള് പോയപ്പോ ഉണ്ണിയങ്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. ഉണ്ണിയങ്കളല്ലേ? ഉണ്ണിപ്പൂച്ച. അതെ. ഉണ്ണിയങ്കളിനെ ഉണ്ണിപ്പൂച്ചാന്ന് വിളിച്ചോ? അങ്ങനെ വിളിച്ചു. അത് ശരി. ആഹാ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കിന് മധുങ്കളല്ലേ ഈ പൂച്ച എന്നങ്ങനെ അറിയാം. ഇപ്പൊ മധുപൂച്ചയായോ? അങ്ങനെ പറയാം. അങ്ങനെ പറയാന്ന്. അപ്പൊ നമുക്കിന്ന് ഒരു പാട്ട് പാടിത്തരുവോ? ഏത് പാട്ട് പാടാനാ വന്നേക്കണേ? അത് അക്കരക്കാവിലെ ചക്കരമാവിലെ. അതെങ്ങനെയാ തുടങ്ങണേ? അതെങ്ങനെയാ പാടണേ? അതോ? കാക്കച്ചി പെണ്ണിന്റെയാ. അത് കാർട്ടൂണല്ലേ? അതാരാ കാക്കച്ചി പെണ്ണ്? എന്റെ ഫേവറേറ്റ് കാർട്ടൂണാണ്. കാക്കയില്ലേ, അതിന് കല്യാണാണ്. ആണോ? മീനുട്ടിയുടെ ഫേവറേറ്റ് പാട്ട്. എന്റെ ഫേവറേറ്റ്. അതെന്താന്നറിയാമോ? ഞാനിത് കുഞ്ഞിലെ കേട്ടോണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 1ാം ക്ലാസ്സിലേക്ക് ആയപ്പോ എനിക്ക് അനിയനുണ്ടായി. അപ്പൊ അവൻ ഇത് കേട്ടോണ്ടിരുന്നു. ഞാൻ വീണ്ടും കേൾക്കേണ്ടി വന്നു. പിന്നെ അവനൊന്ന് വലുതായി വന്നപ്പോ എനിക്ക് വീണ്ടും ഒരു അനിയനുണ്ടായി. അപ്പൊ ഞാൻ വീണ്ടും ഇനി ഉണ്ടാവോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പാട്ട് ഞാൻ പാടുന്നത്. ശരി, അത് മതി. നന്നായി. അങ്ങനെ ഞാൻ സ്റ്റിൽ ഇത് എന്നും ഞാൻ രാവിലെ ഇരുന്ന് കഴിക്കുമ്പോ ഇന്നും കൂടി ഞാൻ രാവിലെ കഴിച്ചപ്പോ ഈ പാട്ട് കേട്ടോണ്ടിരുന്നു. ഈ അക്കരക്കാവിലെ. അഞ്ചാങ്കള് ഒരു കഥ പറഞ്ഞു തരട്ടെ. ആ കാക്കച്ചീന്റെ കഥ പറഞ്ഞു തരട്ടെ. ഒരാള് അക്കരമാവിലെ പാടുന്നു. കാക്കച്ചി പെണ്ണും കൂടെ പാടുന്നു. എന്നിട്ട് കാക്കച്ചി പെണ്ണിന് കല്യാണമായി. പിന്നെ മാലയിട്ട് എന്നിട്ട് കഴിഞ്ഞോ? വന്നു. ആള് വന്നു. എല്ലാവർക്കും സദ്യയൊക്കെ കൊടുത്തു. വന്നിട്ട് ക്ലാപ്പൊക്കെ കൊട്ടി ക്ലാപ്പൊക്കെ കൊട്ടി എല്ലാരും പാടി. എന്നിട്ട് എവിടെ മിഠായി ഉണ്ട്? അതിനിടയ്ക്ക് താഴെ മിഠായി വീണിടപ്പുണ്ട്. എന്നിട്ട് കഥ കഴിഞ്ഞില്ലല്ലോ. കഥ കഴിഞ്ഞോ? ഇത്രയുള്ള കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ കല്യാണം നടന്നു പോരെ. എന്നാ പിന്നെ നമുക്ക് പാട്ട് പാടിയാലോ? മാലയിട്ട് കല്യാണം കഴിച്ചു, പാട്ട് പാടി. അത്രേ ഉള്ളൂ. ഞങ്ങൾ ക്ലാപ്പ് അടിച്ചേക്കണു. നമുക്ക് പാട്ട് പാടാം. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ഞാൻ വെരി എക്സൈറ്റഡ് ആട്ടോ ഇത് കേൾക്കാൻ. അക്കരക്കാവിലെ ചക്കരമാവിലെ കാക്കച്ചി പെണ്ണിനു കല്യാണം. അക്കരക്കാവിലെ ചക്കരമാവിലെ കാക്കച്ചി പെണ്ണിനു കല്യാണം. മാറിൽ മലതക പൂമാല, വേനിൽ മിന്നുന്ന പൂഞ്ചേര, കുക്കു തുളച്ചൊരു മുക്കൂത്തി, കാൽനഖമാറിലും മൈലാഞ്ചി.
ഓഹോ സൂപ്പർ സൂപ്പർ കാലക്കി അടിപൊളി സൂപ്പർ ഓ സൂപ്പർ. അങ്ങനെ കാക്കച്ചി പൊന്നിന്റെ കല്യാണം കഴിഞ്ഞു. പക്ഷെ കല്യാണത്തിന് നമ്മളെ ആരും ക്ഷണിച്ചില്ലല്ലോ. ക്ഷമിക്കണം. ക്ഷമിക്കണോ ക്ഷമിക്കണം. അതോ ക്ഷണിക്കണോ? വിളിക്കാതിനും ക്ഷമിക്കണം. അത് ശരി, ക്ഷമിക്കണമെന്ന്. ഓ ശരി. ക്ഷമിച്ച്. പാടിയത് നന്നായിട്ടാ. നന്നായിരുന്നു, നന്നായി പാടി. നന്നായിട്ട് പാടി. ഒത്തിരി നന്നായിട്ട് പാടി കേട്ടോ. അതെ, അക്ഷരസ്ഫുടതയും ഭയങ്കര സ്ഫുടതയായിരുന്നു. അതെ അതെ. എനിക്ക് മാറിൽ മരതക പൂമാല എന്ന് പാടിയത് ഭയങ്കര അതൊന്ന് ഇഷ്ടപ്പെട്ടു. പാടിത്തരുമോ? ഒന്നുകൂടെ പാടിത്തരുമോ? മരതക പൂമാല. മാറിൽ മലരക പൂമാല. മലതക പൂമാല അല്ലേ? മലതക പൂമാല. പിന്നെ അവസാനം കാക്കച്ചി പെണ്ണിന് അത് കാ 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 അതെങ്ങനെയായിരുന്നു? കാക്കാക്കാ. ആ അങ്ങനെയായിരുന്നോ? കാ 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 അങ്ങനെയാണോ? കറക്റ്റ് ആണോ? അങ്ങള് പറയുന്നത് ശരിയാണോ? ആ ശരിയാ. അതോ കാ 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 അങ്ങനെയാണോ? അല്ല. അങ്ങനെയാണോ? അങ്ങനെയാണോ? ഈ കാക്കച്ചി പെണ്ണിനെ കണ്ടോ നിങ്ങൾ? കണ്ടു കണ്ടു, മൂക്കുത്തിയൊക്കെ ഇട്ട കാക്കാച്ചി. എന്ത് സുന്ദരിയായിട്ടുള്ള അതെ അതെ അതെ. അത് ആ വീഡിയോയിൽ ഇതുപോലെ തന്നെ ഒരു കാക്കച്ചി പെണ്ണും ചെറുക്കനും ഉണ്ട്. ഈ ചെക്കൻ ഗൾഫിൽ നിന്ന് വന്നതാ. ആണല്ലേ? Boots ഇട്ടിട്ട്. ബൂട്ട്സും പാന്റും ഒക്കെ ഇട്ടിട്ട്. ഇനി എന്താ കാക്കേന്റെ സൗണ്ട് കാണിച്ചായിരുന്നോ? ആ, എങ്ങനെയാ? കാണിക്കും കാണിക്കും. അത്തോ. ആണോ? ആ കൊള്ളാതെ കൊള്ളാതെ. അതെ ആ, അത് കറക്റ്റ്. എനിക്ക് ഇവിടെ ഒരു ഇരിക്കപ്പുറതി കിട്ടുന്നില്ല അതൊക്കെ കണ്ടിട്ടേ. വരണോ? വാ, 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 പോരെ, സാരില്ല. വാ, വാ, വാ. എന്ത് ചെയ്യാനാ? ശരിക്കും ഇത് കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. മൂക്കുത്തി, ഇതാണ് മൂക്കുത്തുളച്ചത്. ഇത് ആരാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചവർ? കുട്ടച്ചൻ ആൻഡ് ടീം. ആഹാ കൊള്ളാം, അടിപൊളി. ചേട്ടാ അതിന്റെ അകത്ത് ശരിക്കും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. MJ സർ, ഇതിന്റെ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ അടുത്തുനിന്ന് കാണുക തന്നെ വേണം കേട്ടോ. മസ്കാരൊക്കെ ഇട്ട് വെച്ച് ഇങ്ങനെ തേച്ച് വെച്ചേക്കുന്നത് കണ്ണൊക്കെ. മൂക്കുത്തുളച്ചൊരു മുക്കുത്തി അതിട്ടിട്ടുണ്ട്. 6 വിരലിലും മൈലാഞ്ചി, മൈലാഞ്ചി, പിന്നെ പൂഞ്ചേല, പൂഞ്ചേല, ഓക്കെ, പിന്നെ മാല കണ്ടോ, മരതക പൂമാല. പൂമാല. മരതക പൂമാല. പിന്നെ ആ ചെറുക്കനാണ് കോട്ടും ബൂട്ട്സ് ഇട്ട് ഗൾഫിൽ നിന്ന് വന്ന ചെറുക്കൻ. അല്ല പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന മാല കേട്ടോ. അവന്റെ ഒരു റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞ ഒരു മോതിരൊക്കെ ഉണ്ട്. അതെ. അതെ അതെ അതെ. അതെ. ഈ ഗൾഫിലൊക്കെ കാക്കയുണ്ടോ? അവരുടെ യൂണിവേഴ്സിലെ കഥയാ ഇത്. യൂണിവേഴ്സൽ കഥ. ആ അങ്ങനെ തന്നെ. ഈ ആമൻകുട്ടി എങ്ങനെയൊക്കെ പാടണേ? അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചിട്ട് പാടിയിട്ട്. ഒറ്റയ്ക്ക് പഠിച്ചിട്ട് അങ്ങ് പാടിയിരിക്കുക. മിടുക്കിയാണ്. നമ്മളൊക്കെ എത്ര പേരുടെ കൂടെ ഇരുന്ന് പഠിച്ചിട്ട് ആ പാട്ടൊക്കെ പാടി രക്ഷപ്പെടണേ. പാട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പാടിയത്. അച്ഛനും അമ്മയൊന്നും കൂടാതെ ആ പാടിയത്. അച്ഛനും അമ്മയും വന്നില്ല? അച്ഛനും അമ്മയും കളഞ്ഞോ? കളിയിട്ടൊന്നുമില്ല. ആ. പാടാൻ പറഞ്ഞിട്ട് അച്ഛനും അമ്മയും പോയി ഭക്ഷണം കഴിച്ച് ഞാൻ ഒറ്റയ്ക്ക് വാതിലൊക്കെ അടച്ച് പാട്ടൊക്കെ വെച്ച് നല്ലോണം പ്രാക്ടീസ് ചെയ്തു. ആണല്ലേ? നല്ലോണം പ്രാക്ടീസ്. അവര് അടച്ചിട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പോയത് ചേച്ചി ചേട്ടനോ? പൂട്ടിയിട്ടോ യാമി? പൂട്ടിയിട്ടോ? കൂട്ടിയൊന്നും ഇട്ടിട്ടില്ല. ആ. പക്ഷെ അവര് പോയില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വാതിലടിച്ചത്. എന്നിട്ടാണ് ആ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്തത്. അതെങ്ങനെ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്തേ? അല്ലാണ്ട് ഷൂന്റെ ലൈറ്റ് കെട്ടുന്നത് കാണണോ? ഷൂന്റെ ലൈറ്റ് കത്തുന്നത് കാണണോ? കാണട്ടെ. ആ, നോക്കട്ടെ. പ്രാക്ടീസ് ഒക്കെ പിന്നെ ആ, കണ്ടോ? ആഹാ, കൊള്ളാലോ. അപ്പൊ നല്ല ഈ ഷൂ ഇട്ട് ചവിട്ടിയിട്ടാണോ പ്രാക്ടീസ് ചെയ്യണേ? അല്ല, അത് ലൈറ്റ് വരാൻ വേണ്ടിയാ. അപ്പൊ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യണേ? ഇവിടെ അടങ്ങി നിന്നിട്ട് കാക്കച്ചി പെണ്ണിന്റെ കൊറേ പാടി 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 പ്രാക്ടീസ്. എങ്ങനെയായിരുന്നു? മൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് പാടുക. അതെങ്ങനെ എങ്ങനെ 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 ഇങ്ങനെ. ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് പാടി പ്രാക്ടീസ് ചെയ്യാം. അല്ലാണ്ട് ഇങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇല്ല, ഇങ്ങനെ പോകട്ടെ, അങ്ങനെ ഇങ്ങനെ വെക്കരുത്. മതി. ആ. ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത കേക്കട്ടെ. കേക്കട്ടെ. അക്കരക്കാവിൽ എങ്ങനെ പാടിയെന്ന് നോക്കട്ടെ. മ്യൂസിക് ഇട്. ആ മ്യൂസിക് തന്നു. ഇട്. അക്കരക്കാവിലെ ചക്കര മാവിലെ കാക്കച്ചി പെണ്ണിനു കല്യാണം. ഈ ഇടയ്ക്ക് വെച്ച് മൈക്ക് ഇങ്ങനെ പൊക്കണോ? ഇടയ്ക്ക് ഇങ്ങനെ പാടുമ്പോൾ അങ്ങനെ മൈക്ക് പൊക്കാൻ എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? ആണോ? അമ്മ പറഞ്ഞതാണല്ലേ ഈ മൈക്ക് ഇങ്ങനെ ഇടയ്ക്ക് പൊക്കണം. പാടുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ പൊക്കി പൊക്കണം. അത് നാദസ്വരംകാരല്ലേ? നാദസ്വരം ഇങ്ങനെ പൊക്കണത്. എന്തായാലും മിടുക്കിയാണ് അത് നമ്മുടെ കുട്ടി. മിടുക്കിയാണ്. അതെ, ആ ട്യൂണൊക്കെ കറക്റ്റ് ആയിട്ട്. നിങ്ങൾ എന്തിനാ എന്നെ നോക്കി ചിരിക്കുന്നത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട്. എനിക്ക് ഇഷ്ടമാ. ഇഷ്ടമാണെങ്കിൽ മധുങ്ങൾ നന്നായിട്ട് പാടി എനിക്കും ചിരി വരും. ആണോ? മധുരങ്ങള് നന്നായിട്ട് പാടിയാ അവർക്ക് ചിരി ആ വരുന്നത്. എനിക്കിപ്പോ നന്നായിട്ട് പാടിയോണ്ടാ ചിരി വരണേ. അതിന് മഴയുടെ മഴയുടെ കൊറേ നേരമായില്ലേ നമ്മുടെ കുട്ടി മഴ മഴയ്ക്ക് വേണ്ടി വെയിറ്റ് ചോദിക്കുന്നു. ചെയ്യാണ് അവിടെ. യാമിക്കുട്ടി, ആ മധുകളിൽ പാടാൻ അറിയാമോ? ഒന്ന് പാട്. ഏത് പാട്ടാ വേണ്ടേ? അക്കരക്കാവിലെ
രാവിലെ അയ്യോ ഇതെനിക്കറിഞ്ഞൂടാ. അത് വേണ്ട, മധുവങ്ങൾ കാട്ടിലെ കണ്ണം പാടിയെന്ന് കാട്ടിലെ അത് പാടി. ട്യൂണേ ഓർമ്മയില്ല എനിക്ക്. കൊറേ നാളുകളായി. എനിക്ക് അത് സങ്കടാവേ. മധുവങ്ങളെ പാടിയ സങ്കടമൊന്ന് കണ്ട ആ കാട്ടിലെ മിടു മിടു മിടുക്കൻ മൊയിലച്ചനുണ്ട്. എന്നാ അത് പാടി. കാര്യം പറഞ്ഞോട്ടെ എന്നാ ഞങ്ങളുടെ പാട്ടൊന്ന് കേക്കട്ടെ. എനിക്ക് 2 ലൈനേ അറിയാവൂ. 2 ലൈനാ അറിയുള്ളൂ. കണ്ണിലുണ്ണിയാണേ കണ്ണനാണേ കൊച്ചു കൊമ്പനാണേ വമ്പനാണേ. ഇത്ര അറിയാവൂ. ബാക്കി കൂടി പാട്. പ്ലീസ് പാട്. ഇത്ര മതി, അറിയില്ലല്ലോ, ഇത്ര മതി. കൊള്ളാമോ കൊള്ളാമോ? കൊള്ളാം. കൊള്ളാം. നല്ല നീറ്റായിട്ടുണ്ട് പാടുന്നത്. ഈ മധുരമഴ പാട്ടറിയോ? കിട്ടോ? കിട്ടും. കിട്ടോ? എത്ര മാർക്ക് തരും? എത്ര മാർക്ക് തരും? എനിക്ക് എത്ര മാർക്ക് തരും? നമുക്ക് എത്ര കൊടുക്കണം മാർക്ക്? 100,015. ഓ 100,015. 100,015. ഓ അത് ഭയങ്കര മാർക്കാണ്. ഒരു 5 ജനറേഷന് വേണ്ട മാർക്ക് അതെ. കിട്ടിയിട്ടുണ്ട്. എന്റെ അങ്കിൾ എനിക്കൊന്ന് ജലദോഷാണ്. ജലദോഷമാണെന്ന് മനസ്സിലായി ഞങ്ങക്ക്. മനസ്സിലായോ? ആ എനിക്ക് ശബ്ദം കേട്ടപ്പോ മനസ്സിലായി ജലദോഷം ഉണ്ടെന്ന്. ഇനി മൊയലിന്റെ പാട്ട് കേൾക്കാം. മധുവങ്ങൾ പാടും. മൊയൽ, ദേ, മൊയൽ. എനിക്കറിയാം. ഒന്ന് പാടിക്കേ. മിടു മിടുക്കൻ മുയലച്ചൻ മടി മടി മടിയൻ മറയാമ അടിപിടി കൂടി ഒരു നാളിൽ കഥ ഇതു കാട്ടിൽ പാട്ടായി. ആ മിടു മിടുക്കൻ മുയലച്ചൻ മടി മടി മടിയൻ മറയാമ അടിപിടി കൂടി ഒരു നാളിൽ കഥ ഇതു കാട്ടിൽ പാട്ടായി. കുറുമൊഴി വീട്ടിൽ കുയിലമ്മ അവളുടെ പേരിൽ വക്കാണം വിവരമറിഞ്ഞു മൃഗരാജൻ വനസഭ കൂടി തിരുമുൻപിൽ. കേട്ടിട്ടുണ്ട് അത്. ആ നല്ല പാടല്ലേ? സൂപ്പർ. യാമിക്കുട്ടി മധുവങ്ങൾ എത്ര മാർക്ക്? 100,065. കുറച്ച് കൂടുതലാ. കുറച്ചുകൂടെ കൂട്ടി. കൂടുതലാ. 100,000. 65 ഔട്ട് ഓഫ് 100. ഓ എന്റെ ദൈവമേ. എന്റെ അമ്മേ. താങ്ക് യു. അപ്പൊ എനിക്ക് എത്ര മാർക്ക് തരും? 100,265. ഓ മിഠായി wow. അല്ലേ? ചോക്ലേറ്റ്. താങ്ക് യു. പോരട്ടെ ഒരു ലിറ്റിൽ ഏഞ്ചൽ മധുരമഴ. എനിക്ക് ഈ മിഠായി മഴയുടെ പുറകിലും പ്രവർത്തിക്കുന്നത് നമ്മുടെ കുട്ടച്ഛനാണ്. താങ്ക് യു ചേട്ടാ. അത് മേലേക്ക് തോന്നി. ഒരുപാട് നന്ദി ചേട്ടാ അത് സൂപ്പർ ആയിരുന്നു. ഒരുപാട് ഇത് നന്ദി. നമുക്ക് മൊത്തം മുട്ടായി വേണമെന്ന്. ആ ഉടുപ്പിരിക്കും നോക്ക്, കുഞ്ഞിനിക്കറൊക്കെ ഇട്ട്.